അങ്ങനെ നമ്മുടെ സച്ചി സുധീനെ ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇനി എല്ലാവരും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് വീട്ടിലേക്കല്ല പോകണ്ട, എനിക്ക് ഒരാളെ കാണണം, ആ കള്ളിയെ കാണണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിനെയും കൂട്ടിയിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക്. ശ്രുതിക്കാണെങ്കിലും നമ്മുടെ ചന്ദ്രയെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. അവൾ വിചാരിക്കേണ്ട അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരികയാണെന്ന് വിചാരിച്ച് അവൾ നല്ല സന്തോഷത്തോടെ ആൻറ്റി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ പോകാൻ വന്നതല്ല, നീ എനിക്ക് കൊടുത്തയച്ചില്ലേ ഒരു സമ്മാനം, അതിന് തിരിച്ച് ഒരു സമ്മാനം നിനക്ക് തരാൻ വന്നതാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒന്ന് കൊടുക്കേണ്ട അവളെ ചെകിടത്തേക്ക്. ആ സമയത്ത് നമ്മൾ ശ്രുതി ആകെ ഞെട്ടുണ്ട്. ഇപ്പം എന്തിനാ ആൻറ്റി അടിച്ചെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനി നിന്നെ കൂട്ടിക്കൊണ്ടവൻ ഈ ജന്മത്ത് നടക്കില്ല, ഇനി എൻ്റെ മകൻ്റെ പിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വിവരം അറിയും, ഇനി എൻ്റെ അടുത്ത് വെറുതെ അത് അറിയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും പിന്നെ നേരെ ചെല്ലണം നമ്മുടെ വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ രവിയോട് പറയുന്നുണ്ട് എന്നെ പറ്റിച്ച് മുക്കുപണ്ടം തന്ന അവളേക്ക് ഞാൻ ഒരു തിരിച്ചൊന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട് നീ എന്തിനാ അവളെ മാത്രം പറയണം, നിൻ്റെ മകനും അതേപോലെ തന്നെ അല്ലേ, അവൾ കാട്ടിയതുപോലെ തന്നെയല്ലേ നിൻ്റെ മകന്, രണ്ടാളും ഒരു അച്ചിലിട്ട് വാർക്കാന്ന് പറയുന്നത്. എന്തായാലും ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്തുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.